പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറും. പുട്ടും ചെറുപയർ ഒരുപാട് ഗ്രേവി ഇല്ലാതെ വെച്ച ഒരു രുചിക്കൂട്ടുമാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പുട്ടും കടലയും, പുട്ടും ചെറുപയറും, പുട്ടും പഴവും, ഇതൊക്കെയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് ആവിയിൽ പുഴുങ്ങുന്നതാണല്ലോ പുട്ട് ഇഡ്ഡലിയൊക്കെ. ഈ പുട്ടുപൊടി നനയ്ക്കാൻ എളുപ്പമാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അതിനിടയിൽ കൊടുത്ത് കഴിക്കട്ടെ. അതായത് നമ്മൾ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നെങ്കിൽ 2 കപ്പ്, ഒരു 2-2.5 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കലക്കിയിട്ട് അത് ഈ 1 കപ്പ് പൊടിയുടെ മുകൾ നികന്നിരിക്കണം. അളവൊന്നും വേണ്ട, പുട്ടുപൊടിയുടെ മുകളിൽ വെള്ളം നികന്ന് നിൽക്കണം. അങ്ങനെ വെച്ച് പിന്നെ നമ്മൾ പയറൊക്കെ ആക്കോ എന്താ അടുത്ത ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പം കറക്റ്റിന് ഈ പുട്ടുപൊടി നനഞ്ഞിരിക്കും. പിന്നെ വെറുതെ കൈ കൊണ്ടൊന്ന് ഇളക്കിയാൽ മതി. എളുപ്പമാണ് കേട്ടോ. ചിലരുണ്ട് പെട്ടെന്ന് പുട്ടുപൊടി നനച്ചങ്ങ് അടുപ്പേ കയറ്റും. അങ്ങനെ അടുപ്പേ കയറ്റിയാലേ ആ പുട്ട് സോഫ്റ്റ് ആയിരിക്കില്ല, അത് ദഹനത്തെ ഒക്കെ ബാധിക്കും കേട്ടോ. അതേ സമയത്ത് ഇത് നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും. അത്രയും നേരം കുതിർന്ന് അത് വെന്ത് കിട്ടുന്നതല്ലേ, അല്ല കുതിർന്ന് നനഞ്ഞ് കിട്ടുന്നതല്ലേ, പിന്നെ അത് വേകാനും എളുപ്പമാണ്. പിന്നെ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആവി വന്നു കഴിഞ്ഞ് ഒരു 3 മിനിറ്റൂടെങ്കിലും അത് കുറ്റിയിൽ കിടന്ന് വേകണം. അതാണ് അതിൻ്റെ ഒരു ശരി, അതാണ് അതിൻ്റെ ഒരു രുചി. അപ്പോൾ പുട്ടുപൊടി നനയ്ക്കുന്ന ഈ മാർഗ്ഗം നിങ്ങളെല്ലാവരും ഇന്ന് ചെയ്തെടുക്കണം, പരീക്ഷിക്കണം. ഒരു പാടുമില്ല. നമ്മളിത് കുഴച്ചൊന്നും നടക്കണ്ട. എത്ര പൊടി നിങ്ങൾ എടുക്കുന്നു എന്ന് അളവൊന്നും ഞാൻ പറയുന്നില്ല, അവരവരുടെ വീട്ടിലെ ആവശ്യത്തിനാണ്. അതിൻ്റെ നികക്കെ നിരന്നിരിക്കണം മുകളിൽ വെള്ളം, ഉപ്പും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 5-6 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ച് വരുമ്പം കറക്റ്റ് ഇത് കുതിർന്നിരിക്കും. പിന്നെ വെറുതെ ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് എളുപ്പമാണ്. കൈകൊണ്ട് ഒരുപാട് നേരം കുസ്തി പിടിക്കണ്ട. അങ്ങനെ പുതിയതായിട്ട് ഇതൊക്കെ ചെയ്തു നോക്കുന്ന കുട്ടികളോടാണ് ഞാനീ പറയുന്നത്. അല്ല എന്നെപ്പോലുള്ള മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ഒന്നും ഇതൊന്നും, അവർ പല പ്രായോഗിക ബുദ്ധികളും പ്രയോഗിക്കുമല്ലോ. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സൂത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ഓരോരോ രാജ്യങ്ങളിൽ പോയി ഓരോരുത്തരും ജീവിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ അവരുടെ ലാപ്ടോപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് വെള്ളം നികക്ക വെള്ളം, അതാണ് അതിൻ്റെ ശരി. നികക്ക വെള്ളം ഒരുപാടൊന്നുമല്ല, നികക്ക വെള്ളവും മാവും, അതായത് പുട്ടുപൊടി ഒരേ ലെവലിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് 8-9-10 മിനിറ്റ് മാക്സിമം വന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയൊന്നിരിക്കട്ടെ. അപ്പോൾ അത് കുഴഞ്ഞിരിക്കുന്നു വിചാരിക്കണ്ട നിങ്ങൾ, കൊഴുക്കട്ട പോലെ. അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ. 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അത് കറക്റ്റായിരിക്കും. എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സരസ്വതി ടീച്ചർ എന്ന പുട്ടും ചെറുപയർ, ഇത് കറിയല്ല, ചെറുപയർ കൂട്ട്, അത്രേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. പിന്നെ ഞാനിന്ന് ഒരു കവിത നിങ്ങൾക്ക് വേണമല്ലേ. ഓമൽ പിച്ചിച്ചെടിലത മരുല്ലോളിത വർഷബിന്ദു സ്തോമക്ലിന്ന പുതുമലർ പതുക്കെ സ്ഫുടിപ്പിച്ചിടുമ്പോൾ പ്രേമക്രോധക്ഷുഭിത പവതി ബാഷ്പധാരാവിലാംഗി ശ്രീമൻ മന്ദസ്മിത സുമുഖിയാകുന്നത് ഓർമ്മിച്ചിടുന്നേൻ. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ എന്നോടൊപ്പം വരണം. നല്ല പുട്ടാണ് കേട്ടോ. നല്ല മട്ടേരിയുടെ പുട്ടും ചെറുപയർ കറിയെന്ന് പറയാനില്ല, ചെറുപയർ കൂട്ട്. ഇത് എളുപ്പമാണ്. ഒരു 2
പിന്നെ ഒരു ആവശ്യത്തിനുള്ള ചെറുപയർ കഴുകി വാരി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ സവാളയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഒരു 3 സ്റ്റീം വരുമ്പോൾ പിന്നെ വാങ്ങി വെച്ച ഒരു ലേശം വെളിച്ചെണ്ണ ഒരു തുള്ളി കേട്ടോ ഒഴിക്കാം. അങ്ങനെ ചെയ്താൽ എളുപ്പമാകും. നോക്കൂ, സത്യത്തിൽ ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമില്ല കേട്ടോ കുട്ടികളെ. എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതൊന്ന് പരീക്ഷിക്കൂ. താങ്ക് യു സോ മച്ച്.